എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കപ്പപ്പൊരിയാണ്. ഈ കപ്പപ്പൊരി എന്തായാലും നിങ്ങൾ കാണണം. കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനി ആടുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തണം, ലൈക്കും കൊടുക്കണം, ഷെയറും ചെയ്യണേ. അപ്പം ഞാനിവിടെ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് ഞാൻ പറയുകയാണ്. ആദ്യം നമ്മൾ കപ്പ ഒരു 2 ഇഞ്ച് നീളം 2-3 ഇഞ്ച് നീളത്തിൽ ചെറുതാക്കി കനം കുറഞ്ഞ് അരിഞ്ഞ് വെക്കുക. ഓരോരുത്തർ കപ്പ എന്ന് പറയും, മരച്ചീനി എന്ന് പറയും, കൊള്ളിക്കിഴങ്ങ്, പൂളക്കിഴങ്ങ്, അങ്ങനെ പലതും പറയും അതിന്. അത് നിങ്ങൾക്ക് അറിയുമായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. ഒരു 10 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പച്ചരിയുടെ പൊടിയാണ്, പുട്ടിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക്, വറ്റൽമുളക് പൊടിച്ചത്, എരിവുള്ളതാണ്, കാശ്മീരി അല്ല. പിന്നെ 1/2 ടീസ്പൂൺ, കാലായാലും കുഴപ്പമില്ല, മഞ്ഞൾപ്പൊടി. പിന്നെ 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ ഒരു 1/2 ഇഞ്ചോളം വലിപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം ചെറുതാക്കി അരിഞ്ഞത്. നിങ്ങൾക്ക് അത്ര വേണ്ടെങ്കിൽ അത്ര കുറച്ചോളൂ. പിന്നെ കുറച്ച് കറിവേപ്പില, അത് ചെറുതാക്കി മുറിച്ചിടണം. പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ്. ഇനി ഞാനിത് മിക്സ് ചെയ്യട്ടെ. അരിപ്പൊടിയും മൈദപ്പൊടിയും കൂടിയിട്ട് ഒന്നിച്ചിട്ടു. ഇനി നമുക്ക് ഉള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി ചേർക്കണം. തമ്മിൽ തിരുമ്പി ചേർക്കട്ടെ. നല്ലോണം ഒന്ന് കൂട്ടി തിരുമ്പുക, നല്ലോണം കുഴച്ച് മിക്സാക്കുക. എന്നിട്ട് അത് ഈ അരിപ്പൊടിയിലേക്ക് ഇടുക ചെയ്യുക. അരിയും മൈദയും കൂടിയുള്ള അതിലേക്ക് ഇടുക. ഇനി ചേർക്കാം. ഇനി മുളക് പൊടി ഇടണം. മുളക് പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അതിൻ്റെ പകുതി ഇപ്പം ചേർക്കണം. കുറച്ചധികമാണത്. അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ ഞാൻ ചേർക്കും. ഇനി വെള്ളം ഒഴിക്കണം. ഇനി എല്ലാം കൂട്ടി കുഴക്കുകയാണ് കേട്ടോ. വെള്ളം ചേർക്കണം. ഇനി നല്ല പഴംപൊരിക്ക് കുഴക്കുന്ന പരുവം. പഴംപൊരിക്ക് മുക്കി പൊരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ അധികം ലൂസാവണ്ട. ഒരു പഴംപൊരിക്ക് കുഴക്കുന്ന പരുവത്തിൽ, ഇതാ ഈ പരുവത്തിലാണ് വേണ്ടിട്ടാ. അധികം ലൂസാവണ്ട. അങ്ങനെ കേട്ടാ. നല്ലോണം മുരിഞ്ഞ് വന്നു. നമുക്ക് ഊറ്റിയെടുക്കാം. ഇപ്പം എല്ലാം മസാല കൂട്ടിയിട്ടെല്ലാം പൊരിച്ചെടുത്തു. ഇതാ നല്ലോണം പൊന്തി വന്നിട്ടില്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് തിന്നാനിട്ടാ. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണേ. ഈ കപ്പപ്പൊരിനെ ഈ വിധത്തിലും ആക്കാട്ടാ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ മൈദപ്പൊടി, അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതിന് പുറമെ കുറച്ച് എള്ള്, കുറച്ച് ജീരകം, പിന്നെ അല്പം പഞ്ചസാര, അല്പം ഉപ്പും. നമ്മൾ ഈ പഴംപൊരിക്കൊക്കെ കുഴക്കില്ലേ, അതേപോലെ കുറച്ച് ലൂസാക്കി കുഴയ്ക്കുക. എന്നിട്ട് ആക്കണതാണ്. അടുത്ത കപ്പപ്പൊരിക്കുള്ളത് ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ അരിപ്പൊടിയും മൈദപ്പൊടിയും കൂടി മിക്സ് ആക്കി വെച്ചിരിക്കണം. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ കഴുകി അരിച്ച് വെള്ളം മാറ്റിയ എള്ളാണ്. കുറച്ച് എള്ള് ചേർക്കുക, കുറച്ച് ജീരകം ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് എല്ലാം ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ചേർക്കണം, കുറച്ച് പഞ്ചസാര. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് ചേർക്കുക.
ബാറ്ററി ഈ പരുവാണ് വേണ്ടത് കേട്ടാ. ഇനി നമുക്കിത് പൊരിക്കാം. ബാറ്ററി ഈ പരുവാണ് വേണ്ടത് കേട്ടാ. ഇനി നമുക്കിത് മുക്കി പൊരിക്കാം. നമുക്ക് എണ്ണ ചൂടായോ നോക്കാം. അതിനില്ലേ ഒരു തുള്ളി എടുത്ത് അതിൽ പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതാ പൊരിഞ്ഞ് പൊന്തി വരുന്നു. അപ്പോൾ എണ്ണ ചൂടായി. അപ്പോൾ നമുക്കിനി മുക്കി പൊരിക്കാം. ഞാൻ സാധാരണ ഇരുമ്പ് ചീനച്ചട്ടി ഉപയോഗിക്കുക. ഇരുമ്പിൻ്റെ ചീനച്ചട്ടികൾ, ഇരുമ്പിൻ്റെ ദോശക്കല്ല് അങ്ങനത്തതൊക്കെ സാധാരണ ഉപയോഗിക്കുക. ഇത് നമ്മൾ എള്ളും ജീരകവും പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് ചെയ്തതാണ്. അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതിൽ മധുരം കുറച്ച് അധികം ചേർക്കണം കേട്ടോ. മധുരം കുറച്ച് മുൻപന്തിയിൽ നിൽക്കണം, എന്നാലേ നന്നാവൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയിരുന്നു, ആദ്യമേ പറയേണ്ടതായിരുന്നു. നിങ്ങളില്ലേ കിഴങ്ങില്ലേ ചെറുതാക്കി ഇങ്ങനെ മുറിച്ചതിൻ്റെ ശേഷം കുറച്ച് നേരം ഒന്ന് ഉപ്പുവെള്ളത്തിലിട്ട് വയ്ക്കുക, എന്നിട്ട് ഊറ്റിയിരിക്കണേ. അത് നേരത്തെ പറയാൻ മറന്നുപോയില്ല. എല്ലാവരും ചെയ്തു നോക്കണേ. എന്തായാലും ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ കുട്ടികൾക്ക്. ഇനിയിപ്പോൾ നമുക്ക് കൊറോണയിലേ വരുന്ന കിഴങ്ങൊക്കെ തന്നെ കിട്ടുമോ എന്ന് തന്നെ അറിയില്ല. അങ്ങനത്തെ അവസ്ഥ. എന്നിട്ട് എല്ലാവരും എന്തായാലും ചെയ്തു നോക്കണേ.